രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തമുണ്ടായിട്ട് 50ഓളം ദിവസങ്ങൾ പിന്നിട്ടു. ഇന്നും അതെന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്നാലോചിച്ചിട്ടുണ്ടോ? അതിന് പിന്നാലെ വാർത്താശ്രദ്ധ മാറാനുള്ള പല വിഷയങ്ങൾ വന്നിട്ടും കേരളം എന്തുകൊണ്ട് വയനാട്ടിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു എന്നോർത്തിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ കോലാഹലങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് എന്താണെന്ന് ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒറ്റ ഉത്തരമേ ഉള്ളൂ: കേരള സർക്കാർ ഇന്നും വയനാടിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട്. സർക്കാരിൻ്റെ ആ ശ്രമങ്ങൾക്കും കേരളത്തിൻ്റെ മാനവികതയ്ക്കും മുകളിലാണ് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ചില മാധ്യമങ്ങൾ കള്ളക്കഥകൾ മെനയുന്നത്. ഇത് യാതൊരു ധാരണകളും ഇല്ലാതെ പുറത്തുവിട്ട ഒരു തീർത്തും വ്യാജമായ വാർത്തയാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മേലധികാരിയായ ശേഖർ കുര്യാക്കോസ് കൂടി പറഞ്ഞതോടെ പടച്ചുവിട്ട കള്ളവാർത്തയുടെ വ്യാപ്തി മനസ്സിലാക്കി ഓരോരുത്തരായി മാപ്പ് പറഞ്ഞു തുടങ്ങി. അടിസ്ഥാനരഹിതമായ എന്തോ ഒന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ സർക്കാരിനെ പഴിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തി അതിനെക്കുറിച്ച് അന്തിച്ചർച്ചയിൽ സംഘടിപ്പിച്ച് ഒടുവിൽ ആ ചർച്ചയിൽ തന്നെ കള്ളി വെളിച്ചത്തായപ്പോൾ ഒരു കൂട്ട മാപ്പും. നിമിഷ നേരം കൊണ്ട് വാർത്തകളും കാർഡുകളും പറന്നു. അന്തിച്ചർച്ചയ്ക്കുള്ള ആളുകളെ നിശ്ചയിച്ചു. കള്ളം പറയലും പിടിക്കപ്പെടുമ്പോൾ മാപ്പ് പറയലും ചെയ്യുന്നത് ഒരു സ്ഥിരം തൊഴിലാക്കി മാറ്റിയവർക്ക് എന്ത് മാധ്യമധർമ്മം! അങ്ങനെ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകൾ അസത്യങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറിയതിൻ്റെ മറ്റൊരു തെളിവ് കൂടി. ദുരന്തം നടന്ന് 10ാമത്തെ ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിച്ചു. പ്രധാനമന്ത്രിയൊക്കെ ദുരന്തബാധിത മേഖല സന്ദർശിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണവും അവിടെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലേക്കുള്ള കുറേ ഫോട്ടോകളും വീഡിയോകളും ഉണ്ടായി എന്നല്ലാതെ മറ്റൊന്നും അവിടെ സംഭവിച്ചില്ല. എന്നാൽ ദുരന്തത്തിൻ്റെ ആദ്യത്തെ മണിക്കൂറിൽ സംസ്ഥാന സർക്കാർ ആരംഭിച്ച രക്ഷാപ്രവർത്തനവും പുനരധിവാസ പ്രവർത്തനങ്ങളും ഇന്നും നിലച്ചിട്ടില്ല. കേരളം ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ നമ്മൾ നിറകണ്ണുകൾ കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നത് സമാനതകളില്ലാത്ത മനുഷ്യത്വത്തിനാണ്. സ്വന്തം കടകളിലെ വസ്ത്രങ്ങളും ചെരുപ്പുകളും ആഹാരവും തുടങ്ങി അവനവൻ്റെ വീട് വരെ നൽകാൻ സന്നദ്ധരായ മനുഷ്യരെ കണ്ടു. ഒരു പരിചയവുമില്ലാത്തൊരു കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ മുതൽ ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ വരെ സന്നദ്ധരായവരെ കണ്ടു. ഒരു ദുരന്തമുഖത്തും താൻ ഒറ്റയ്ക്കാവില്ല എന്ന ആത്മവിശ്വാസം കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യനും നൽകാൻ നമുക്കായി. സ്വന്തം നാടും വീടും ഉറ്റവരും ഒറ്റ രാത്രിയുടെ വ്യത്യാസത്തിൽ ഉരുളെടുത്തു പോയവർക്ക് അത് നൽകുന്ന ആത്മവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇതിനുശേഷം ആന്ധ്രയിലും തെലങ്കാനയിലും ഇതുപോലെ തന്നെ പ്രകൃതി ദുരന്തം ഉണ്ടായി. ആ പ്രളയത്തെ അതിജീവിക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ചത് 3448 കോടി രൂപയാണ്. പ്രകൃതി ദുരന്തത്തിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തെലങ്കാനയിൽ മരണം 16, ആന്ധ്രാപ്രദേശിൽ 19, കേരളത്തിലത് 403. അടിയന്തര സഹായമായി കേരളം ആവശ്യപ്പെട്ടത് വെറും 2000 കോടി രൂപ. ദുരന്തത്തിൻ്റെ വ്യാപ്തിയും കേന്ദ്രത്തിൻ്റെ അവഗണനയും ഏത് കൊച്ചുകുട്ടിക്കും ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം വീടും കുടുംബത്തിലെ 9 പേരെയും നഷ്ടപ്പെട്ട ശ്രുതിയെപ്പോലെ 100 കണക്കിന് ആളുകളുണ്ട്. എവിടുന്നെങ്കിലും ലഭിക്കുന്ന സഹായവും കാത്ത് സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് അവർ കാത്തിരിക്കുന്നത്. അവരെ കേരളം ഒരിക്കലും കൈവിടില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് ദുരിതാശ്വാസ നിധിയിലേക്കുണ്ടായ സഹായങ്ങളുടെ കുത്തൊഴുക്കും. ഈ രാജ്യത്തെ മറ്റേതൊരു സംസ്ഥാനത്തും നടക്കില്ല എന്നുറപ്പുള്ള കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി നടന്നത്. അതിലും വ്യാജവാർത്ത മെനയുക എന്നത് എത്രമാത്രം പൈശാചികമാണ്. എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്ത ആരും കേരളത്തിലൊരു മാധ്യമ സ്ഥാപനത്തിലെന്നല്ല UP സ്കൂളിൽ തന്നെ ഇല്ല എന്നുറപ്പാണ്. സംസ്ഥാനത്തിൻ്റെ അധിക ചെലവാക്കലിൻ്റെ കണക്കിൻ്റെ ആ നുണ ഒരു ദിവസം മുഴുവൻ ആവർത്തിച്ച് പറഞ്ഞ് ചർച്ചയും നടത്തി പിറ്റേ ദിവസം വന്ന് യാതൊരു ധാർമ്മികതയും ഇല്ലാതെ മാപ്പ് പറയുന്നവരോട് ഒന്നും പറയാനില്ല. പറയാനുള്ളത് അത് വിശ്വസിച്ച് പോകുന്ന സാധാരണ ജനങ്ങളോടാണ്. ഇതുവരെ കേരള സർക്കാർ ദുരിതബാധിതർക്ക് വിതരണം ചെയ്തത് 10 കോടിയിലധികം രൂപയാണ്. തിരുവോണത്തിൻ്റെ തലേ ദിവസം വരെയുള്ള കണക്കാണിത്. 10,90,28,300 രൂപ അനുവദിച്ചിട്ടുണ്ട്. ദുരിതം ബാധിച്ച 946 കുടുംബങ്ങൾക്ക് 10,000 രൂപ വീതം നൽകി. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുമായി നൽകുന്നത് 6 ലക്ഷം രൂപ 114 കുടുംബങ്ങൾക്ക് ഇതുവരെ അനുവദിച്ചിട്ടുണ്ട്. 6.84 കോടി രൂപയാണ് ഈ ഇനത്തിൽ നൽകിയിട്ടുള്ളത്. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത അരിയുടെ പണത്തിൻ്റെ കണക്ക് പോലും തിരിച്ചു ചോദിച്ച ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരിക്കലും സഹായം കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഇത്രയധികം പണം ദുരന്തബാധിതർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു സർക്കാരിനെയാണ് അവർ കരിവാരി തേക്കുന്നത്. ആടായും കമ്മലായും വസ്തുവായും 10ഉം 20ഉം രൂപയായും കരയുന്നവൻ്റെ കണ്ണീരൊപ്പാൻ കയ്യിലുള്ളത് എന്തും നൽകാൻ തുനിഞ്ഞിറങ്ങിയ നമ്മൾ ഓരോരുത്തരുടെയും മാനവികതയെയാണ് അവർ കരിവാരി തേക്കുന്നത്.
കേരളത്തെ ആകെയാണ് അവർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. മനുഷ്യസ്നേഹം വാട്സാപ്പ് സ്റ്റാറ്റസിലല്ല എന്ന് ബോധ്യമുള്ള ഒരു മനുഷ്യനും ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളെ അംഗീകരിച്ച് തരില്ല എന്ന് മാത്രം ഓർത്തിരിക്കുക.